ചോർന്നൊലിച്ച ചവറ മിനി സിവിൽ സ്റ്റേഷൻ. കെട്ടിടത്തിനു മുകളിൽ നിന്നുള്ള വെള്ളം വിവിധ ഓഫീസുകളിലേക്ക് ഒലിച്ചിറങ്ങുകയാണ്. വെള്ളക്കെട്ട് ഓഫീസുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു. ശക്തമായി മഴ പെയ്താൽ ചവറ മിനി സിവിൽ സ്റ്റേഷന് മുകളിൽ നിന്നുള്ള വെള്ളം വിവിധ ഓഫീസുകളിൽ ഒലിച്ചിറങ്ങുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഓഫീസുകളുടെ പ്രവർത്തനം അവതാളത്തിലാക്കുന്നു. 2 നിലകളിലായി ICDS ഓഫീസ്, ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, ക്ഷീരവികസന ഓഫീസ്, PWD ഓഫീസ് എന്നിവ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളമാണ്. ഇപ്പോൾ ഒരാഴ്ചക്ക് മുമ്പ് മഴ പെയ്തപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അപ്പം അതിന് ബന്ധപ്പെട്ടവരോട് പറഞ്ഞിട്ട് ഒരു പരിഹാരം ഉണ്ടായില്ല. ഇപ്പോഴും ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ സേഫ്റ്റി ഡോറുകളിൽ നിന്നൊക്കെ വെള്ളം വീണിട്ട് ഇവിടെ മൊത്തം മുഴുവൻ വെള്ളമാണ്. ഇവിടെ രാവിലെ മുതലേ വെള്ളം കളയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പത്രപ്പാടിലാണ്. മുകളിലോട്ടുള്ള പടിക്കെട്ടുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഓഫീസിലെത്തുന്ന വയോധികർ ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടായി. മഴ പെയ്യുമ്പോൾ പടിക്കെട്ടുകൾ കയറിയ വയോധികൻ തെന്നി വീണ സംഭവമുണ്ടായി. മഴവെള്ളം ഒലിച്ചിറങ്ങുന്നതിനാൽ ഓഫീസുകളുടെ ചുമരുകളിൽ ഈർപ്പം നിലനിന്ന് ഭിത്തിക്ക് കേടുപാടുണ്ടാകാൻ സാധ്യതയേറെയാണ്. വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ തെന്നി വീഴാതിരിക്കാൻ ചാക്ക് നിരത്തി അതിൽ ചവിട്ടിയാണ് പലരും ഓഫീസിലെത്തുന്നത്. ട്രഷറിയെ സംബന്ധിച്ച് ഏറ്റവും പ്രായം ചെന്ന പെൻഷനേഴ്സാണ് വരുന്നത്. അതിനൊക്കെ വില്ലേജ് ഓഫീസിലായാലും കുട്ടികളായാലും ഇപ്പോൾ സ്കൂൾ തുറപ്പ് സമയമാണ്. അപ്പോൾ ഇവർ തെന്നി വീഴാനും ഈ പ്രായം ചെന്ന കയ്യോ കാലോ ഓടിയാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടിയന്തരമായി ഇതിനൊരു നടപടി സ്വീകരിക്കേണ്ടതായി കാണുന്നു. എങ്ങനെയാണ് ഇത് വെള്ളം കയറാൻ? മഴ ഇപ്പം മേളത്തിൽ 2 നിലയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പല ഭാഗവും ഓപ്പണായി കിടക്കുന്നു. അത് സ്റ്റെയർ വഴി വെള്ളം ഒഴുകുമെന്ന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന താഴത്തെ നിലയിലാണ്. ഈ ഏറ്റവും താഴെയാണല്ലോ വെള്ളം എത്തുന്നത്. അതുകൊണ്ട് ഇതിന് അടിയന്തരമായിട്ടൊരു സ്ഥായിയായ പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ജീവനക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകും. മൊത്തത്തിൽ എത്ര ജീവനക്കാരുണ്ട്? ഏകദേശം 100 കൂടുതൽ ജീവനക്കാർ മാത്രം നമ്മുടെ ഈ 3 നിലകളായി ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. 3ാമത്തെ നിലയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. രാത്രിയിൽ ശക്തമായി മഴ പെയ്യുന്ന ദിവസങ്ങളിൽ രാവിലെ എത്തുന്ന ജീവനക്കാർ കെട്ടിനിൽക്കുന്ന വെള്ളം കോരിക്കളഞ്ഞ ശേഷമേ ഓഫീസുകളുടെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കൂ. മാനദണ്ഡങ്ങൾ പാലിക്കാതെ 3ാം നിലയുടെ നിർമ്മാണം നടത്തുന്നതിനാലാണ് വെള്ളം അകത്തേക്ക് വരുന്നതെന്നാണ് ജീവനക്കാരും ഇവിടെ എത്തുന്നവരും പറയുന്നത്. മഴ ശക്തി പ്രാപിക്കുന്നതോടെ കൂടുതൽ വെള്ളം അകത്തേക്കിറങ്ങിയാൽ മിനി സിവിൽ സ്റ്റേഷൻ സമുച്ചയത്തിലെ ഓഫീസുകളുടെ പ്രവർത്തനം പൂർണ്ണമായും മുടങ്ങും. ന്യൂസ് ബ്യൂറോ, ചവറ.